every mile. അറൗണ്ട് മോർണിംഗ് ഒരു 6:37 ഒക്കെ ആവാറായി. രാത്രി കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, തുറന്നിട്ട് കിടന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ. വേറെ സീനൊന്നും ഉണ്ടായില്ല. ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ, അതുകൊണ്ട് ബീച്ചിലൊന്നും വലിയ വൈബൊന്നും ഇല്ല. സോ ഇതായിരുന്നു തന്നെ നമ്മൾ രാത്രി കിടന്ന സ്ഥലം. നമ്മൾ ഈ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊരു വർക്കൗട്ട് നല്ലതാണ്. ഞാൻ ചാൻസ് കിട്ടുന്ന എല്ലാ സമയത്തും ഞാൻ ഏതെങ്കിലും ജിമ്മ് കണ്ടെത്തി ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ബാക്ക് പെയിനോ വേറെ പ്രശ്നമോ. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓൾമോസ്റ്റ് 1 hour വർക്കൗട്ട് ചെയ്തു. ഇത് നല്ലൊരു ജിമ്മാണ്. ഇവർ വന്നിട്ട് വേറെ ഇതൊന്നും പറഞ്ഞില്ല. ലൈക്ക് ഒരു ദിവസം വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അവർ പറഞ്ഞ് എന്താ വെച്ചാൽ പേ ചെയ്താൽ മതി. ഇത് ഗോകർണ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ ജിമ്മ്. വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അടിപൊളി ജിമ്മാണ്. ഫ്രഷ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു റൂം എടുത്തു. ജസ്റ്റ് ഹാഫ് ആൻ അവറിന്. ഗസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നുകൊണ്ട് ഒരു റൂമൊക്കെ തരുന്നുണ്ട്. ഇവർ പറഞ്ഞൊരു 50 rupees കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഹാഫ് ആൻ അവർ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. 50 rupeesന് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓക്കെ ബ്രോ, താങ്ക് യു. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. നമുക്ക് നെക്സ്റ്റ് വണ്ടി നിർത്തി ഒന്ന് നോക്കി നോക്കാം. ഇറക്കം കാണുമ്പോൾ പേടിയാണ്, ഇതെല്ലാം കയറി വരണ്ടെന്ന് ആലോചിച്ചിട്ട്. എന്തായാലും ബീച്ചിൽ പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാന്നുള്ളതാണ് പ്ലാൻ. റോഡ് അമ്പ മോശമാണ്. വണ്ടി പോയി തിരിച്ച് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ബീച്ച് മാറ്റി ഹോം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. അതായിരിക്കും ഇത്രയും കൂടി ഈസി. ഹോം ബീച്ചെത്തി. നല്ല വ്യൂ ആണ്. അവിടെ ഒരു വർക്കിലേക്ക് പോലൊരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത്. സ്റ്റെപ്സും ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതെല്ലാം നല്ല രസമുള്ളൊരു ബീച്ചാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ആലു പൊറോട്ട, ഒരു ഗ്രീൻ ടീ വിത്ത് ഹണി. ഞാനിവിടെ ഇങ്ങനെ കഫേലിരിക്കുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു കോള് വരികയായിരുന്നു. ഇവളുടെ പേര് മെൽവിൻ എന്നാണ്. മെൽവിൻ കന്യാകുമാരിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ ഹോം ബീച്ചിൽ വെച്ചിട്ട് ഇതപ്പം മീറ്റ് ചെയ്തു. ഒക്ടോബർ 9 സ്റ്റാർട്ട് ചെയ്താണ്. ഒരു ദിവസം ഒരു ഏകദേശം 30 to 35 കിലോമീറ്റേഴ്സാണ് മെൽവിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാശ്മീർ ഫെബ്രുവരി ഒരു എൻഡിലേക്ക് നമ്മളേക്ക് എത്തുന്നതാണ് പ്ലാൻ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഇതാ മെൽവിന് കൊടുക്കാം. ഹായ്. അങ്ങനെ ഞാൻ മുകളിൽ പുള്ളിയുടെ വണ്ടി കണ്ടിട്ട് ഞാൻ വിളിച്ചാണ്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മീറ്റ് ചെയ്തു. ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടൊരു 38-39 ദിവസമായി. ഞാൻ ബ്ലഡ് ഡൊണേഷന് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു മെസ്സേജ് കൊടുക്കും. ഇതാണ് എൻ്റെ പോസ്റ്റർ. ബോഡി ഒന്ന് ഫിറ്റ് ആക്കണം. ഇറങ്ങിയപ്പോൾ 120 കിലോയിൽ ഇറങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം 10 കിലോ കുറഞ്ഞ് 110 ആയി. അതിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ പോകുന്നു യാത്ര. ഇനിയിപ്പോൾ കാശ്മീരിലേക്ക് നടന്നെത്തണം. അപ്പം ഒന്ന് കുറച്ച് പേരും മെൽവിൻ്റെ കൂടെ നടക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് വരാം. നമ്മളിത് ഹാഫ് മൂൺ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരിയിൽ നടന്ന ആൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളത് ആദ്യമായിട്ടാണ് ഈ നടക്കുന്നത്. നമുക്ക് ഡ്രൈവിങ് മാത്രം വശമുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനലി ഹാഫ് മൂൺ ബീച്ചിലെത്തി. ഇനി പാറകളും കൂടെ അപ്പുറം കിടക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഒരു കൊള്ളാം. എന്തായാലും നടന്ന് വെർത്താണ്. ഹോം ബീച്ചിന് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്തത് കാർവാർ എത്തി. പക്ഷേ ഞാനൊരു വിചാരിച്ചൊരു മൂഡ് ഇവിടെ കിട്ടുന്നില്ല. പാലോലിം പോവുകയാണെങ്കിൽ നാളെ ഇത്തിരി കൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പാലോലിം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇന്നലെ രാത്രി രസകരമായൊരു സംഭവം ഉണ്ടായി. ഞാൻ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു രാത്രി. 2-3 പേര് വന്നിട്ട് എന്നെ വിളിച്ച്, എന്താ ബ്രോ ഒറ്റയ്ക്ക് കിടക്കണം. അവരെല്ലാവരും ടെൻറ്റ് ചെയ്തിട്ട് ഈ ബീച്ചിൻ്റെ ഒരു സൈഡിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ടെൻറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക, നമുക്ക് അവിടെ പോയി കിടക്കാമെന്ന് പറഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു നല്ല രാത്രി. അപ്പോൾ ഇവരെയാണെങ്കിൽ ഞാൻ ശരിക്കും കാസർഗോഡ് വഴി വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ ഇവരുടെ ബൈക്കും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ നേപ്പാൾ പോവാണ്. അതേപോലെ അവരും പറഞ്ഞു ഈ കാറ് പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ നിതിൻ, ഇത് വേറെ മച്ചാണ്. മച്ചാൻ ഹിച്ച് ഹൈക്ക് അടിച്ച് ഇതാ ഇപ്പോൾ കാശ്മീർ പോയി തിരിച്ചെത്തി.
ഇത് അടുത്ത ആള് ശരത്. അജ്മലിലൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ കയാക്കിങ് ഇതെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കയാക്കിങ് ട്രൈ ചെയ്യാന്നുള്ളത്. നമ്മൾ വിചാരിച്ചത് ആരെങ്കിലും ട്രെയിനിങ് ഒക്കെ നമുക്ക് കുറച്ച് വേണ്ടിയിരുന്നു. സോ വലിയ കുഴപ്പമില്ല, നമുക്കൊരു സ്റ്റാർട്ടിങ് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ കുടുങ്ങും വെള്ളത്തിലത്. പക്ഷെ വളരെ ഈസിയാണ്. നമ്മളിവിടെ അങ്ങനെ ചെറിയൊരു ഐലൻഡ് ഉണ്ട്, നമ്മൾ ആ ഐലൻഡ് പോയിട്ടൊന്ന് കറങ്ങി തിരിച്ച് ബീച്ചിൽ പോകാനുള്ളതാണ്. നമ്മുടെ സെലിബ്രിറ്റീനെ ഇവിടെ ഇട്ടിട്ട് പോവാണ്. വണ്ടി ഇവിടെ ഇട്ടേ പിന്നെ ഫുൾ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് പോകാണ്. ഇന്ന് വലിയ ഒരു മൂഡില്ല. കാര്യം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ വീക്കെൻഡിൽ ഇത്തിരി കൂടി തിരക്കുള്ളൂ പറഞ്ഞത്. ബിക്കോസ് ഫോറിനേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ബീച്ച് ആകെ എംപ്റ്റിയാണ്. എല്ലാവരുടെയും ബിസിനസ്സൊക്കെ വളരെ ശോകമാണെന്നാണ് പറയുന്നത്. ഈ സീസൺ എല്ലാവർക്കും വൻ നഷ്ടമാണെന്നാണ് പറയുന്നത്, റെസ്റ്റോറൻറ്റ് എടുത്തവർക്കും ഇതെല്ലാം ആയിട്ട്. ഈവനിങ് അഞ്ജന ബീച്ചിലാണ്. ഇന്ന് കുറച്ച് ലക്സറി ഡേ ആണ്. എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി, ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ്. ഇറ്റ്സ് കോൾഡ് ഗൺ പൗഡർ. ബട്ടർഫ്ലൈ ബീച്ചിലേക്കുള്ള ഒരു വഴിയാണ്. കാറ് കൊണ്ടിട്ട് പോകാൻ പറ്റും, പക്ഷെ ഇത്തിരി റിസ്ക് ആണ്. റോഡ് അത്ര നല്ലതല്ല. അപ്പം നമ്മൾ വിചാരിച്ചു പതുക്കെ നടന്നു പോയി 15 മിനിറ്റ് നടന്നാൽ എത്തും. അപ്പം അതൊക്കെ അങ്ങനെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഇറങ്ങാം. ഓക്കെ. And I love what you've done to the car. I hope it stays with you till the time you have kids. Apart from the breathtaking views and experiencing some of the finest beaches in the country here in Goa and Gokarna, in this episode we came across some really cool people who had some interesting story to tell. Some of them just loved to travel, some had a strong message for the society, and some people still have that vintage spirit inside them, as we could tell from the way they admired our car. Kayaking was a new experience, and there's more stories to tell on our next episode. So stay tuned. Thank you so much for watching the video. Hit the like button if you enjoyed our work and let us know your feedback in the comments. Much love from Team Akira. അവർക്ക് ചെറിയ ഇതായിട്ട് കഴുകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇട്ട തുണി അവിടെ ഊരി കൊടുത്തിട്ട് ഒരു തോർത്തെടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി.